നമ്മുടെ ഒരു എം പി, മലയാളിയായ ഒരു എം പി കൃത്യമായി ചോദിക്കുന്ന ഒരു ഭാഗം സോഷ്യൽ മീഡിയയിൽ വൈറലായി ഉണ്ട്. അദ്ദേഹം BJPയുടെ പ്രസിഡന്റ് തന്നെയോട് ചോദിക്കുന്നു, അങ്ങ് പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലല്ലേ? അങ്ങ് പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലല്ലേ? പിന്നെ പീയൂഷ് ഗോയലിനോട് ചോദിക്കുന്നു, അങ്ങ് പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലല്ലേ? ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനോട് ചോദിക്കുന്നു, അങ്ങ് പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലല്ലേ? ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനോട് ചോദിക്കുന്നു, അങ്ങ് പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലല്ലേ? എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഹിന്ദുക്കളായോ? നിങ്ങളോട് ആരോടെങ്കിലും അവിടുത്തെ അധ്യാപകരോ മാനേജ്മെന്റോ മതപരിവർത്തനത്തിന് ആഹ്വാനം നൽകുന്ന എന്തെങ്കിലും ഒരു സന്ദേശം പറഞ്ഞോ എന്ന് മലയാളികളിലെ ഒരു MP നട്ടലോടുകൂടി പാർലമെന്റിൽ ചോദിക്കുന്നത് ഓരോ മലയാളിയും അഭിമാനത്തോടെ കണ്ടതാണ്. ഈ മതപരിവർത്തന നിയമം എന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കള്ളക്കേസുകളിൽ കുടുക്കി അവരെ അവസാനിപ്പിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഇവിടെ സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ, സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഓരോ പീഡനങ്ങളും, ഓരോ മർദ്ദനങ്ങളും, ഓരോ കള്ളക്കേസുകളും തീർച്ചയായും ഈ സേവനത്തിന് കൂടുതൽ ഉത്സാഹം കൂട്ടുന്നതാണ്. ഈ സമർപ്പിത സേവനത്തിന് കൂടുതൽ സമർപ്പണം നൽകുവാനുള്ള ഒരു ആഹ്വാനമാണ്. അത് ക്രിസ്തുവിന്റെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് ഞങ്ങളുടെ സഹോദരിമാരായ സിസ്റ്റേഴ്സ് കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കും. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഏറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ക്രൈസ്തവ മിഷണറിമാരെ കണ്ടില്ലെന്ന് നടിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ മഹാരാജ്യം നിന്ദിതയായി തീർന്നിരിക്കുന്നു. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ആരോടും ഒരു ഔദാര്യവും ചോദിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടന തന്നെ നമുക്ക് അവകാശമായി നൽകുന്ന ആ മതസ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന വിദ്യാഭ്യാസപരമായും മറ്റുമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ വൈദികർക്കെതിരെ, നമ്മുടെ മിഷണറി പ്രവർത്തകന്മാർക്കെതിരെ നടക്കുന്നതായ ഈ പക്ഷാപാതപരമായ നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നടക്കുന്നതായ പക്ഷാപാതപരമായ ഈ നടപടികൾക്കെതിരെ ഒറ്റക്കെട്ടായി പ്രതികരിക്കുവാൻ ജനാധിപത്യ ബോധമുള്ള, ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കുന്ന, മൂല്യബോധമുള്ള ഓരോ വ്യക്തിയും, ഇത് കത്തോലിക്ക സഭയുടെയോ ക്രൈസ്തവരുടെയോ വിഷയമല്ല, ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാ ജനാധിപത്യങ്ങളിലും വിശ്വാസികളുടെയും അവരുടെ നിലനിൽപ്പിന്റെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും മതേതരത്വവും കാത്തു സൂക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ നമ്മളുടെ പൂർവികർ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു പാതയെ വർദ്ധിച്ച വീര്യത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അതിന് ഒരു പക്ഷേ ദൈവനിശ്ചയമായിരിക്കും ഇങ്ങനെ ഒരു സഹകരണവും കൂട്ടായ്മയും ബോധവൽക്കരണവും ഉണ്ടാകുവാൻ, എല്ലാവരെയും ഒന്ന് ബോധവൽക്കരിക്കുവാൻ, ഈ അപകടസ്ഥിതി എല്ലാവർക്കും ഒന്ന് മനസ്സിലാകുവാൻ തക്കവണ്ണം ഒരു പക്ഷേ സ്വർഗത്തിലെ ദൈവം ഈ സിസ്റ്റേഴ്സിനെ ഉപയോഗിച്ചതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ആ ഒരു ഐക്യത്തോടെ മുന്നേറുവാൻ, ഈ നീതി നിഷേധത്തിനെതിരെ പോരാടുവാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ പോവുക. നീതിക്കായി വിശുദ്ധദാഹിക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിലും ഈ പോരാട്ടത്തിലും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ എല്ലാ പിന്തുണയും പ്രാർത്ഥനയും ഒരിക്കൽ കൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.